അങ്ങനെ വീട്ടിൽ വന്നുള്ള ഒരു ഉച്ചത്തെ സ്പെഷ്യൽ കണ്ടാലോ. അങ്ങനെ ചോറ് വന്നു, പിന്നെ ചിക്കൻ ഫ്രൈ ഇന്നലത്തെയാണ്, സർലാസ്, തേങ്ങ അരച്ച മീൻകറി, അവിയൽ, പിന്നെന്താ മോര്, പിന്നെ ഇന്നലത്തെ കുറച്ച് ചിക്കൻ കറി ഉണ്ടായിരുന്നു, പിന്നെ വെള്ളം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ചോറൊക്കെ മക്കി എടുത്തു. അങ്ങനെ കറിയൊക്കെ ഇട്ടു, മോരൊക്കെ ഒഴിച്ചു, പിന്നെ അവിയലൊക്കെ എടുത്തു, സർലാസ് എടുത്തു, മീൻകറി എടുത്തു. അങ്ങനെ എല്ലാം വിഭുലസമൃദ്ധമായി ഒരുക്കി വെച്ചു. മക്ക് കഴിക്കാൻ വേണ്ടി ഞാൻ എടുത്തു വെച്ചു. ഇത്രയും കറികൾ, എത്ര നാളെ ഇത്രയും കറികളും കൂടി ചോറ് വെച്ചിട്ട് കേട്ടോ. അങ്ങനെ അതെല്ലാം കൂടെ കൂട്ടിക്കൊഴിച്ചു. സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. കുറേ നാൾക്ക് ശേഷം നല്ല രീതിയിൽ വെട്ടി വിഴുങ്ങി ഞാൻ. വീട്ടിൽ പിന്നെ ഫുഡ് പറയണ്ടല്ലോ, എല്ലാവർക്കും ഒരു വികാരമാണ്. അങ്ങനെ അമ്മൂസിന് കുറച്ച് ക്യാരറ്റ് ജ്യൂസൊക്കെ കൊടുത്തു കേട്ടോ. ഞാനും കുടിച്ചിട്ടാ. കൊടുത്ത ജ്യൂസ് അമ്മൂസിനും ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ കുടിക്കുമ്പോൾ അത് വേണമായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് വൈകിട്ട് പള്ളിയിൽ പോയി കേട്ടോ. പള്ളിയിൽ പോകാൻ കുറച്ച് കരച്ചിലായിരുന്നു, പോകണോ വേണ്ടെന്ന് കുറേ വട്ടം ആലോചിച്ചു. പിന്നെ വെച്ച് പോകാമെന്ന് കേട്ടോ, കുറച്ച് നിർബന്ധമായിരുന്നു. അങ്ങനെ ഞാൻ പകുതി കുർബാനയായപ്പോൾ കേട്ടോ ഓടിയത്. അങ്ങനെ കുർബാനയെല്ലാം കഴിഞ്ഞു കേട്ടോ. കുർബാന ആയപ്പോൾ ഇനിയിപ്പോൾ 10 മണി വരെ ആരാധനയായിരിക്കും. നമുക്ക് ആരാധനയ്ക്ക് ഇരിക്കാനൊന്നും പറ്റത്തില്ല. അത് കഴിഞ്ഞ് അപ്പച്ചിയുടെ വീട്ടിൽ പോയി കേട്ടോ. അപ്പച്ചോറിന് വരാൻ പറഞ്ഞു. അങ്ങനെ അപ്പച്ചിയുടെ വീട്ടിൽ പോയി ഒരപ്പമൊക്കെ അപ്പച്ചി മുറിച്ച് തന്നു. ഞങ്ങളെല്ലാം കൂടെ കഴിച്ചു. പിന്നെ കുട്ടി പട്ടാളം തന്നെ, ഒരു പടയാണ് സത്യം പറഞ്ഞാൽ കേട്ടോ. ബഹളവും വായും അടിയും വഴക്കും. അങ്ങനെ ഇതെല്ലാം കൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഡാൻസ് പ്രാക്ടീസ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ പോകുന്നത്. ഞാൻ മമ്മൂരോട് പറഞ്ഞു നമുക്ക് പോകാമെന്ന്. അങ്ങനെ വീട്ടിൽ ചെന്ന് ചൂട് പുട്ടും മീൻകറിയും കഴിച്ച് കിടന്നുറങ്ങി. അത്ര